തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല മാതാപിതാക്കളും പല വിദ്യാർത്ഥികളും അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല കുട്ടികളും അവരുടെ പഠനം വേണ്ട രീതിയിൽ താല്പര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന പരാതി പറഞ്ഞിട്ടുണ്ട്. മറ്റു പലർക്കും ഒരു ഡിപ്രസീവ് ടെൻഡൻസി ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനം മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തിലുള്ള സ്വാധീനങ്ങൾ പലതും കുറയുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡിൻ്റെ കാലഘട്ടം പല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലൊക്കെ പോകാതിരിക്കുന്ന ഒരവസരം ആദ്യമൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമായിരുന്നു. അവർക്ക് പഠിക്കണ്ട, കളിക്കാനുള്ള സമയം, ഇഷ്ടം പോലെ ഫ്രീ ടൈം, ഇതൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഇതവർക്ക് ബോറടിയായിട്ട് മാറി. അവർക്ക് ഫ്രീ ടൈം എന്നോ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നു. വളരെ താല്പര്യത്തോടുകൂടെ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പം പഠനത്തിൻ്റെ സംവിധാനം മാറി. ഇപ്പം ഓൺലൈൻ പഠനം അങ്ങോട്ട് തുടങ്ങി. ഈ ഓൺലൈൻ പഠനം തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഒരു സന്തോഷമായിരുന്നു. മൊബൈലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് ഓൺലൈൻ പഠനം നടത്താമല്ലോ എന്നൊക്കെ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഓൺലൈൻ പഠനത്തിലുള്ള അവരുടെ താല്പര്യം കുറഞ്ഞു തുടങ്ങി. മൊബൈലിൽ അവർ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ ഇരുന്ന് പഠനം അറ്റൻഡ് ചെയ്യുകയല്ല, മറ്റ് ഏരിയകളൊക്കെ ബ്രൗസ് ചെയ്യുവാനായിട്ട് തുടങ്ങി. മറ്റ് ഏരിയകളിലേക്കൊക്കെ അവരുടെ ശ്രദ്ധ പോയി തുടങ്ങി. അങ്ങനെ ക്രമേണ ഈ പഠനത്തോടുള്ള താല്പര്യം ഈ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു. അങ്ങനെ പഠനത്തോടുള്ള താല്പര്യം കുറയുവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം അവരുടെ തലച്ചോറിലുണ്ടാകുന്ന ചില കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ്. ഈ കെമിക്കൽ ചേഞ്ച് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവർ ഈ ഗാഡ്ജറ്റ്സിൽ, ഈ സെൽഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അതിലൊക്കെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. ഈ സ്ക്രീനിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. ആ കെമിക്കൽ ചേഞ്ചസ് ഒരു പരിധിവരെ ചില ആളുകളിൽ ഡിപ്രസീവ് ടെൻഡൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് ചില ആളുകളിൽ ഒരു വിരസത, അതും ഒക്കെ ഈ കെമിക്കൽ ചേഞ്ച് കൊണ്ടുണ്ടാകുന്നതാണ്, വല്ലാത്തൊരു വിരസത അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നേരിട്ടത്. മൊബൈലിലിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ മൊബൈലിലിരുന്ന് മറ്റ് പല കാര്യങ്ങൾ അവർ കാണുക, ലാപ്ടോപ്പിലിരുന്ന് പഠിക്കുക, ലാപ്ടോപ്പിൽ ബ്രൗസ് ചെയ്ത് മറ്റ് ഏരിയകളിലേക്ക് പോകുക. അങ്ങനെ വ്യതിയാനങ്ങൾ വന്ന, നോർമൽ ലെവലിൽ നിന്ന് വ്യതിയാനങ്ങൾ വന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കടന്നു പോയത്. ഇപ്പോഴാണെങ്കിൽ വീണ്ടും സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറന്ന് റെഗുലറായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങുക. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ
വിവിധ പ്രശ്നങ്ങൾ വെളിയിൽ വരാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ അവർക്ക് പഠിത്തത്തിൽ വലിയ താല്പര്യമില്ല. എല്ലാവരെക്കുറിച്ചും അല്ലി പറയുന്നത്, ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പഠനത്തിൽ താല്പര്യമില്ല. ഒന്നാമത് അവർ പറയുന്നത്, ഞങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മൊബൈലിലൊക്കെ ഇഷ്ടംപോലെ സമയം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത്, ക്ലാസ് റൂം സെറ്റിങ്ങിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ പ്രധാന വിഷയം ശ്രദ്ധ പതറിപ്പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവരുടെ ശ്രദ്ധ പതറിപ്പോകുന്നത്? പല കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നൊരു ഉത്തരം, ടീച്ചർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വരികിൽ ഞങ്ങൾ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ പറയുന്നതിലോട്ട് ശ്രദ്ധിക്കാനായിട്ട് ഒക്കുന്നില്ല. ഈ കുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു തകരാറാണ് വാണ്ടറിങ് തോട്ട്സ് എന്ന് പറയും. അതായത് ചിന്തകൾ ഇങ്ങനെ കാട് കയറി കയറി പോവുക എന്നുള്ളത്. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളിൽ ഈ വാണ്ടറിങ് തോട്ട്സ് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അവരുടെ വാണ്ടറിങ് തോട്ട്സ്. അപ്പോൾ ഈ വാണ്ടറിങ് തോട്ട്സൊക്കെ എങ്ങനെയൊന്ന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്, കാട് കയറി പോകുന്ന ചിന്തകൾ എങ്ങനെയൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ചില കുട്ടികൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ വാണ്ടറിങ് തോട്ട്സ് വരണ്ട എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ എത്രയും പറയുന്നോ ഇത് വരണ്ടാണെന്ന്, അത്രയും ശക്തമായിട്ട് ഈ വാണ്ടറിങ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വാണ്ടറിങ് തോട്ട്സ് വരണ്ട എന്നല്ല പറയേണ്ടത്, അത് വന്നോട്ടെ, അത് വരാനൊരു അനുവാദമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ വാണ്ടറിങ് തോട്ട്സ് വരുന്ന സമയത്ത് ആ വാണ്ടറിങ് തോട്ട്സിനെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യണം. ഇത് വരണ്ട എന്നല്ല പറയേണ്ടത്, ഈ വരുന്ന ചിന്തകളെ ട്രാൻസെൻഡ് ചെയ്യണം. ആ തോട്ട്സിനെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ തോട്ടിനോട് പറയണം, ഓക്കെ, നിന്നെ ഞാൻ പിന്നീട് കൈകാര്യം ചെയ്തു കൊള്ളാം, ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്, അതുവരെ ബൈ ബൈ എന്ന് പറയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനുള്ളൊരു ട്രെയിനിങ് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അടുക്കൽ ഒരു വെള്ള പേപ്പർ വെച്ചിരിക്കണം. ഈ പേപ്പറിൽ നിങ്ങൾ വരുന്ന ഈ വാണ്ടറിങ് തോട്ട്സ്, പ്രധാനപ്പെട്ട തോട്ട് എന്താണോ അത് ഒന്ന് കുറിച്ചിടണം. തോട്ട്സ് മുഴുവൻ എഴുതരുത്, എഴുതാനുള്ള സമയം കിട്ടത്തില്ല. ഇന്ന ഏരിയയെക്കുറിച്ചാണ് ചിന്ത വന്നത് എന്നൊന്ന് കുറിച്ചിടണം. ഒന്ന് കുറിച്ചിട്ടിട്ട് ആ വാണ്ടറിങ് തോട്ടിലോട്ട്, ആ കുറിച്ചിട്ട അതിലേക്ക് ഒന്ന് നോക്കണം. നോക്കിയിട്ട് മനസ്സിലോട്ട് പറയണം, ഓക്കെ, നിന്നെ ഞാൻ പിന്നീട് എൻ്റർടൈൻ ചെയ്തു കൊള്ളാം, പിന്നീട് കൈകാര്യം ചെയ്തു കൊള്ളാം, ഇപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സമയമാണ്, ടിൽ ദെൻ ബൈ ബൈ എന്ന് പറയണം. പറഞ്ഞിട്ട് പഠിത്തത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ഒരല്പസമയം വരെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെയും വീണ്ടും ഇതുപോലെയുള്ള വാണ്ടറിങ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ വരും, കാട് കയറി പോകുന്ന ചിന്തകൾ മനസ്സിൽ വരും. വീണ്ടും അത് നോട്ട് ഡൗൺ ചെയ്യുക. നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിനോട് ബൈ ബൈ പറയുക, പഠിത്തത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ വാണ്ടറിങ് തോട്ട്സ് നമ്മുടെ ചിന്തയിൽ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ പിന്നെയും നമ്മൾ നമ്മുടെ ചിന്തകളെ ബൈ ബൈ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഠനത്തിലോട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ, ഏകദേശം 1-2 ആഴ്ച ഈ ഒരു രീതി നമ്മൾ തുടർന്ന് കഴിയുമ്പോൾ, ഈ വാണ്ടറിങ് തോട്ട്സ് വരുന്ന അതിൻ്റെ ആ ഫ്രീക്വൻസി അങ്ങ് കുറയും. മിനിറ്റിൽ 2 പ്രാവശ്യം വാണ്ടറിങ് തോട്ട്സ് വന്നുകൊണ്ടിരുന്നെങ്കിൽ 5 മിനിറ്റിൽ പിന്നീട് 1 പ്രാവശ്യമേ ആകത്തുള്ളൂ. പിന്നീട് 10 മിനിറ്റിൽ ഒന്നാകും, പിന്നെ മണിക്കൂറിൽ ഒന്നാകും. അങ്ങനെ ക്രമേണ നമുക്ക്
ഇതിനെ ഒന്ന് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. പഠനത്തിലോട്ട് നമുക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാണ്ടറിങ് തോട്ട്സ് വരുമ്പോൾ ഒരിക്കലും അത് വരരുത് എന്ന് നമ്മൾ പറയരുത്. പിന്നെയോ അതിനെ വരാൻ അനുവദിക്കുക. വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക. അതിനോട് ബൈ ബൈ പറഞ്ഞതിന് ശേഷം പഠിത്തത്തിലോട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു പ്രാക്ടീസ്, ഒരു ട്രെയിനിങ് നമ്മുടെ മനസ്സിന് ഒരാഴ്ച 2 ആഴ്ച കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കഴിവ് കൂടുതലായിട്ട് വർദ്ധിച്ചു വരും. അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നവർക്ക് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ചെറിയ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം. അതൊരു ബ്രീതിങ് എക്സസൈസാണ്. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കുകയാണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ശ്വാസം മൂക്കിൽ കൂടെ ഉള്ളിലേക്ക് കയറുന്നു, ലങ്സിലേക്ക് കയറുന്നു, ലങ്സ് ഇങ്ങനെ നിറയുന്നു. അത് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ കുറച്ച് നേരം നിങ്ങൾ പിടിച്ചു വയ്ക്കുക. പിടിച്ചു വെച്ചതിന് ശേഷം ആ ശ്വാസത്തെ പതിയെ വെളിയിലേക്ക് വിടുക. ആ ശ്വാസം പതിയെ വെളിയിലേക്ക് വിടുമ്പോൾ മൂക്കിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുക, പിടിച്ചു വയ്ക്കുക, വെളിയിലേക്ക് വിടുക. ഇതെടുക്കുമ്പോഴും ഉള്ളിൽ വയ്ക്കുമ്പോഴും നിങ്ങൾ പൂർണ്ണ ബോധമുള്ളവരായിരിക്കണം ഇതിനെക്കുറിച്ച്. ഞാനിപ്പോൾ ശ്വാസം എടുക്കുകയാണ്, ശ്വാസം എൻ്റെ ലങ്സിൽ നിറഞ്ഞു, അതവിടെ നിൽക്കുകയാണ്. ആ ശ്വാസം പതിയെ വെളിയിലേക്ക് വിടുകയാണ്, അത് മൂക്കിൽ കൂടെ വെളിയിലേക്ക് പോകുന്നു. ഈ ഒരു അവയർനെസ്സോടുകൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ശ്വാസത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും. നമുക്ക് കൂടുതൽ സമയം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന 2 പ്രശ്നങ്ങളാണ് പറഞ്ഞത്. പഠിത്തത്തിലുള്ള താല്പര്യമില്ലായ്മ, അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യം. താല്പര്യമില്ലായ്മയുടെ പ്രധാന കാരണം നമ്മുടെ വാണ്ടറിങ് തോട്ട്സ് ആണ്. അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്, കുറച്ച് നാളുകൾ നമുക്ക് സുഹൃത്തുക്കളൊന്നും ഇല്ലാതിരുന്നു. ഫോണിൽ കൂടെയൊക്കെയുള്ള സുഹൃത്ത് ബന്ധമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഈ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഭയങ്കര എന്തൂസിയാസമാണ് നമുക്ക്. അവരോടെല്ലാം കൂട്ടുകൂടണം, അവരെയൊക്കെ ഫ്രണ്ട്സ് ആക്കണം എന്ന് വലിയൊരാഗ്രഹം. അപ്പോൾ എല്ലാവരോടും അങ്ങ് മിങ്കിൾ ചെയ്യുവാനായിട്ടുള്ള താല്പര്യം വരും. അത് ചിലപ്പോൾ ഒരു ഓവർ എന്തൂസിയാസത്തിലേക്ക് നമ്മളെ നയിക്കാം. അങ്ങനെ ഒരു ഓവർ എന്തൂസിയാസം വരുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ റിലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ കൂടുതൽ ആളുകളെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഒരു ഓവർ എന്തൂസിയാസം അതിനകത്ത് വന്നാൽ ഒരു ഡീപ്പ് ലെവലിലുള്ള, ഒരു ഇൻറ്റിമേറ്റ് ലെവലിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പക്ഷേ നമുക്ക് സാധിച്ചു എന്ന് വരത്തില്ല. മാത്രമല്ല, ഈ ഓവർ എന്തൂസിയാസം നമ്മളെ പല രീതിയിലുള്ള കുഴപ്പങ്ങളിലേക്ക് കൊണ്ട് ചാടിച്ചു എന്നും വരുവാനുള്ള സാധ്യതകളുണ്ട്. പല സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഡ്രഗ്സ് അവൈലബിൾ ആകാനുള്ള സാധ്യതകളുണ്ട്. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ അതുവരെ സാധ്യമല്ലാതിരുന്ന ഇതുപോലെയുള്ള ഡ്രഗ്സും ആൽക്കഹോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആക്കാനായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ കൂടുതൽ വന്ന് ഈ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ ഈ കൂട്ടുകാരെല്ലാവരും കൂടെയൊക്കെ ചേർന്ന് ഈ ഡ്രഗ്സുമൊക്കെ ഒന്ന് പരീക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. അത് പരീക്ഷിക്കുവാൻ ഉള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി അവിടെ ഇഷ്ടം പോലെ നമുക്കുണ്ടാകും. കൂട്ടുകാരുടെ കൂടെ പോയി നമ്മൾ ഇതൊക്കെ എടുത്ത് വീണ്ടും അപകടത്തിലേക്കും അബദ്ധത്തിലേക്കും പോകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ഒന്ന് രുചിച്ചു നോക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പോലും ഡ്രഗ്സോ മദ്യമോ ഉപയോഗിക്കാനായിട്ട് ഇടയാകരുത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇപ്പോൾ നിങ്ങൾ പഠനമൊക്കെ അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, പഠിക്കുന്നത് മനസ്സിലാകുന്നില്ല, ഇങ്ങനെയുള്ള പല പരാതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, ഇതെന്നെ കൊണ്ട് പറ്റുമോ? പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമോ? ഞാൻ തോറ്റു പോകുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ ചിന്തകളൊക്കെ വരുമ്പോൾ നിങ്ങൾ അറിയാതെ സ്ട്രെസ് വർദ്ധിക്കും. ഇതെന്നെ കൊണ്ട് പറ്റുമോ? അയ്യോ, ഒന്നും പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ലല്ലോ, പരീക്ഷ വരുമ്പോഴത്തേക്ക് ഞാൻ തോറ്റു പോകുമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സ്ട്രെസ് വർദ്ധിപ്പിക്കും. സ്ട്രെസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മുടെ മെമ്മറി പവർ നമുക്ക് നഷ്ടമാകും, നമ്മുടെ കോൺസെൻട്രേഷനുള്ള കഴിവ് നമുക്ക് നഷ്ടമാകും, പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകത്തുമില്ല. ഈ പരീക്ഷയ്ക്ക് അങ്ങോട്ട് അടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും. അയ്യോ, ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഞാൻ എങ്ങനെ ജയിക്കും? എഴുതാൻ ഒക്കുമോ? എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ഭരിക്കും. ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചാണ് ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. സ്ട്രെസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതാദ്യമേ നിങ്ങളുടെ തലച്ചോറിനെ ബ്ലോക്ക് ചെയ്യും, ബാധിക്കും. നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാകത്തില്ല, ഓർക്കത്തില്ല. അത് പരീക്ഷയ്ക്ക് വീണ്ടും എഴുതുവാനായിട്ട് ഉള്ള മെമ്മറി പവർ അല്ലെ റികളക്റ്റ് ചെയ്യുവാനായിട്ടുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് നഷ്ടമായി തീരും. അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം സ്ട്രെസ് വർദ്ധിപ്പിക്കാതിരിക്കാൻ നോക്കണം. ആദ്യമൊക്കെ ഇച്ചിരി പഠിക്കുന്നതൊക്കെ മനസ്സിലാകത്തില്ലെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആകരുത്. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ സാധിക്കാത്ത എന്നുള്ളത് മാത്രം അങ്ങ് ചിന്തിച്ചാൽ മതി. അയ്യോ, ഇതിന് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരിക്കലും ചിന്തിക്കരുത്. നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ സ്ട്രെസ് വർദ്ധിക്കും. നിങ്ങളുടെ സ്ട്രെസ് വർദ്ധിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല, നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതുവാനും സാധിക്കത്തില്ല. നിങ്ങളുടെ ചിന്ത തന്നെയാണ് നിങ്ങൾക്ക് സ്ട്രെസ് തരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഉടനെ മനസ്സിനോട് പറയണം, എന്നെ കൊണ്ട് കഴിയുന്ന രീതി ഞാൻ പഠിക്കും, അത് മതി. മനസ്സിലാകുന്ന അത്രയും ഇപ്പം മനസ്സിലായാൽ മതി. ഇത് മുഴുവനും കൂടെ ഒരുമിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ ചിലപ്പം എനിക്ക് സാധിച്ചൊന്നും വരത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാനിത് മനസ്സിലാക്കും, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പഠിക്കും, അത് മതി എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആകും. നിങ്ങൾ റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, പഠിക്കുന്നത് കൂടുതൽ മനസ്സിലാകുകയും ചെയ്യും. സ്ട്രെസ് മൂലം നമ്മുടെ തലച്ചോറ് ബ്ലോക്ക്ഡ് ആകത്തുമില്ല. അതുകൊണ്ട് ലേൺ ടു റിലാക്സ് യുവർ സെൽഫ്. നമ്മൾ സ്വയം റിലാക്സ്ഡ് ആകാനായിട്ട് പഠിക്കണം. അത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്റ്റ് ചെയ്യണം. ഫാമിലി ഫെലോഷിപ്പാണ് ഏറ്റവും പ്രധാനം. അവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യണം, ഒരുമിച്ചിരുന്ന് കളിക്കണം, ഒരുമിച്ചിരുന്ന് ഗെയിംസൊക്കെ കളിക്കണം, ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറയണം. ഈ സ്കൂളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഫാമിലിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. പേരൻസും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയാണെന്ന് വരികിൽ ഫാമിലിയുടെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിക്കും, ഈ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്തും വർദ്ധിക്കും. അവർ റിലാക്സ്ഡ് ആയിട്ട് പഠനത്തെ അപ്രോച്ച് ചെയ്യും. പഠനം അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കോവിഡിന് മുൻപ് ഇവൻ പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവനായിരുന്നു, മിടുക്കനായിരുന്നു. എന്നാൽ കോവിഡ് കഴിഞ്ഞപ്പോൾ അവന് പഠിക്കാനുള്ള ശ്രദ്ധ മുഴുവനും പോയി, പഠിത്തത്തോടൊരു താല്പര്യമേ ഇല്ല എന്നൊക്കെ പല പേരൻസും എൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കോവിഡ് കഴിഞ്ഞുള്ള ഈ സമയം ഒരു ചെറിയ ട്രാൻസിഷൻ പീരീഡാണ്. ഈ ട്രാൻസിഷൻ പീരീഡിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ അധികം വറീഡ് ആകരുത്.
ആ കുഞ്ഞുങ്ങൾ അതുമായിട്ട് പുതിയ സാഹചര്യവുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അവർ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് അവർ ആ പഠിത്തത്തിലേക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കും, അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും. ഇപ്പോൾ ഇതിനെ ഓർത്ത് പേരൻസ് അധികം വറീഡ് ആകരുത് എന്നൊരു സംഗതിയാണ് എനിക്കിപ്പം നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ കോവിഡ് കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ മൊബൈലിൻ്റെ അഡിക്ഷൻ വർദ്ധിപ്പിച്ചു, അവർ അഡിക്റ്റഡായിട്ട് മാറി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള ഗാഡ്ജറ്റ്സ് അഡിക്ഷനിൽ നിന്ന്, സബ്സ്റ്റൻസ് അബ്യൂസിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റണം. ഈ ഗാഡ്ജറ്റ്സിൻ്റെ അഡിക്ഷനിൽ നിന്ന് പെട്ടെന്ന് പിടിച്ച് ഒരു പക്ഷേ മാറ്റാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല. ക്രമേണ അവരെ മാറ്റിക്കൊണ്ട് വരണം. 24 മണിക്കൂറും മൊബൈൽ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കരുത്. എന്നാൽ ഒരു ദിവസം കുറേ സമയം അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ അനുവാദം കൊടുക്കണം. അതിനൊരു സമയം നിശ്ചയിക്കണം. അത് നിങ്ങളല്ല നിശ്ചയിക്കേണ്ട, പിള്ളേർ തന്നെയാണ്. അതുകൊണ്ട് പിള്ളേരോട് ചോദിക്കണം, മോനെ നിനക്ക് മൊബൈൽ എത്ര സമയം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് മൊബൈൽ വേണം, എത്ര സമയം നിനക്കത് ഉപയോഗിക്കണം ഒന്ന് പറഞ്ഞാട്ടെ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. ഓക്കെ, അവർ പറയുന്ന സമയത്ത് മാത്രം അത് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുക. അവർ നിശ്ചയിച്ച സമയമാണെങ്കിൽ അവരത് മിക്കവാറും പാലിക്കും. അതിൽ കൂടുതൽ അവർ ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണം. മോനെ, നീ നിശ്ചയിച്ച സമയം നീ തെറ്റിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ നിശ്ചയിക്കുന്ന സമയം പാലിക്കാനായിട്ടുകൂടെ നീ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത സമയം മൊബൈൽ ഉപയോഗിക്കണം, അതിന് അനുവാദം കൊടുക്കണം. എന്നാൽ കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈം ഗ്യാപ്പ് നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രമേണ അവരെ അതിൽ നിന്ന് മാറ്റാൻ സാധിക്കും. എന്നാൽ വല്ലാതെ അഡിക്റ്റായി പോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരിൽ ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്യും. അവർക്ക് ചികിത്സ ആവശ്യമാണ്, അവർക്ക് വിദഗ്ധമായ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അവരെ ആദ്യം ഒരു കൗൺസിലറെ കാണിക്കണം. കൗൺസിലർ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് ചികിത്സിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്ന് വരികിൽ അതിന് മാതാപിതാക്കൾ മടിക്കരുത്. കാരണം ഇത് വളരെ അത്യാവശ്യമാണ്. അഡിക്ഷനിൽ നിന്ന് ഇവരെ മാറ്റിയെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അത് വല്ലാതെ അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. അല്ല എന്ന് വരികിൽ ക്രമേണ സമയം കുറച്ച് അതിൽ നിന്ന് അവരെ മാറ്റാനായിട്ട് സാധിക്കും. പഠിത്തത്തിലുള്ള താല്പര്യം ക്രമേണ മാത്രമേ വർദ്ധിച്ചു വരത്തുള്ളൂ. ഓൾ ഓൺ എ സഡനായിട്ട് 24 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് സാധിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് പേരൻസ് അതോർത്ത് അധികം വറീഡ് ആകരുത്. എന്നാൽ കുഞ്ഞുങ്ങളിൽ കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളെ കാണിക്കുന്നതിന് ഒട്ടും മടിയും കാണിക്കരുത്. ഏറ്റവും പ്രധാനമായിട്ട് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് വളർന്നു വരാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അവരുടെ കുറ്റങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അവരെ കറക്റ്റ് ചെയ്യുവാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെയോ അവരുടെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് അവരോട് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യണം, പോസിറ്റീവായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്ന് വരികിൽ ആ കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് വരികിൽ അതിന് തക്കതായിട്ടുള്ള കൗൺസിലേഴ്സിനെ നിങ്ങൾ ആദ്യം കാണണം. അത് കഴിഞ്ഞിട്ട് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. അവർ നന്നായി വരും, നന്നായിട്ട് പഠിക്കും, നല്ല റിലേഷൻഷിപ്പിൽ അവർ വളർന്നു വരും. അതിന് ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എൻ്റെ വാക്കിനെ ഞാൻ ചുരുക്കുന്നു. പ്രത്യാശയിൻ ദൈവമേ, കരുണകൾ കുടയവനേ, കൃപകൾ
കൃപകൾ ചൊരിഞ്ഞിടണേ. പ്രത്യാശയിൻ ദൈവമേ, കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. പ്രത്യാശയിൻ ദൈവമേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ പുനരുത്ഥാനവനും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ പുനരുത്ഥാനവനും. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, അരുളിനാഥൻ പരിശുദ്ധൻ താൻ. കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. പ്രത്യാശയിൻ ദൈവമേ, കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. ഞാൻ തന്നെ നല്ലൊരിടയനും വാതിലും, ഞാൻ തന്നെ ജീവമന്നയനും, ഞാൻ തന്നെ നല്ലൊരിടയനും വാതിലും, ഞാൻ തന്നെ ജീവമന്നയനും. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റൻ നാഥൻ. കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. പ്രത്യാശയിൻ ദൈവമേ, കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. കരുണകൾ കൂടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ.